ആതിര കഴിഞ്ഞ ദിവസമാണ് 1.5 വയസ്സുകാരനായ മകനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മയ്ക്ക്, അമ്മയെന്ന് വിളിക്കണമോ എന്നറിയില്ല, ആ സ്ത്രീക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. എന്ത് ന്യായീകരണം കൊടുത്താലും എന്ത് മാനസികാവസ്ഥയുടെ പേര് പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നു അവസാന നിമിഷങ്ങളിൽ കുറെ ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കേസ് തെളിയിക്കപ്പെടുന്നതൊക്കെ. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെ കഥകൾ? ശരിക്കും ഈ മലയാളി പ്രേക്ഷകരെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കേസായിരുന്നു ശരണ്യയുടെ കേസ് എന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രംഗമൊക്കെ ഓർമ്മയുണ്ട്. കാരണം ഇവര് വളരെ അങ്ങ് പൊട്ടിക്കരഞ്ഞ്, കാരണം അവർ മറ്റൊരു മെന്റൽ സ്റ്റേറ്റിലേക്കൊക്കെ ആയി. ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കകാലത്ത് ഇങ്ങനെ ഒരു കുട്ടിയെ എറിഞ്ഞു കൊന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞ സമയത്ത് ഇവരെ ചോദ്യം ചെയ്ത സമയത്ത് ഇവരിത് ഭർത്താവിന്റെ തലയിലേക്കാണ് കെട്ടിവെക്കുന്നത്. എന്ന് വെച്ചാൽ ഭർത്താവുമായി ഇവർ അകന്നു കഴിയുകയായിരുന്നു. ഇവർക്ക് പ്രത്യേകിച്ച് ഭർത്താവുമായി അടുത്ത ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ പറയുകയാണ് ഭർത്താവാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് ശരണ്യ ആദ്യം പറയുന്നത്. പക്ഷേ ശരണ്യെ കുടുക്കിയത് ആ ഫോൺ കോളുകളായിരുന്നു. കാമുകന്റെ ഭാഗത്തു നിന്നുണ്ടായ 17 ഫോൺ കോളുകൾ. അതായിരുന്നു അന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ നിർണായകമായിട്ട് ഇത് ഭർത്താവുമായിട്ടൊരു ബന്ധപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം അയാൾ ആ ഭാഗത്ത് പോലും ഇല്ല. ഈ കൃത്യം നടക്കുന്ന സമയത്ത് പോലും ഭർത്താവ് ആ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നില്ല. എന്നിട്ടും ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ശരണ്യ എന്തുകൊണ്ട് ഭർത്താവിന്റെ പേര് പറയുന്നു? ശരിക്കും അത് ഒരു പ്രണയബന്ധത്തിന്റെ ഇരയായി തീർന്ന മകനായിരുന്നു ആ 1.5 വയസ്സുകാരൻ. അന്ന് ആ പെൺകുട്ടിയോട് തോന്നിയ ഒരു രോക്ഷം ഉണ്ടായിരുന്നു. ഒന്ന് ഓർമ്മയുണ്ട്, ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ജനക്കൂട്ടങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ അമ്മമാരാണെങ്കിലും ഓരോ അച്ഛന്മാരാണെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ ഒരു അവസ്ഥയെ ആലോചിച്ച് അന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഇവരെ ആക്രമിച്ച് കൊല്ലുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി. പക്ഷെ അവര് എന്ത് തരം മെന്റൽ സ്റ്റേറ്റ് ആണെങ്കിലും മേഘ പറഞ്ഞ പോലെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മരണമായിരുന്നു ആ 1.5 വയസ്സുകാരൻ്റെ. അതെ, ആ കുഞ്ഞ് മരിച്ചതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഞെട്ടിക്കുന്നതായിരുന്നു. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനോ ഒരു അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്ത, സത്യമാകരുതേ എന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു. ഈ കുഞ്ഞിനെ ആദ്യം കടൽ ഭിത്തിയിലേക്ക് എറിയുന്നു. കുഞ്ഞിന് ചെറിയ പരിക്കുകൾ പറ്റി ആ കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നു. അമ്മയെന്ന് വിളിച്ച് കരയുമ്പോൾ ശരണ്യ ഇറങ്ങിപ്പോയി ആ കുഞ്ഞിനെ എടുത്ത് വീണ്ടും എറിഞ്ഞാണ് കുഞ്ഞിനെ കൊല്ലുന്നത്. 2 തവണ എറിഞ്ഞിട്ടാണ് ആ കുഞ്ഞ് മരിക്കുന്നത്. എന്നിട്ടും അവിടെ കുറെ ഭർത്താവ് ചെയ്തു, ഞാനല്ല എന്ന് പറയുന്നു. അതിന് പറഞ്ഞതുപോലെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ രംഗം മലയാളി മറക്കില്ല എന്നുള്ളതാണ്. പണ്ട് കെടൽ ജിൻസൻ രാജയെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഇതുപോലൊരു വിഷ്വൽ മലയാളി മറക്കാതിരിക്കുന്നത്. ഇതുപോലൊരു സംഭവം ഉണ്ടായത് കേരളത്തിൽ വലിയൊരു ഇതന്നെയായിരുന്നു. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ വർഷത്തിൽ തന്നെയാണ് മറ്റൊരു കൊലപാതകം ഇതുപോലെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് ഇതിനെല്ലാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ഇടപെടലുകൾ എന്നൊക്കെയോ പറയാം. ഇതെല്ലാം സംഭവങ്ങളായിരിക്കാം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരിക്കലും ഈ ഒരു കേസിൽ കാരണം ആ ഒരു കുട്ടി, കാരണം ഇവർക്ക് കൃത്യമായി പറയുന്ന കാമുകനുമായിട്ട് നീണ്ട കാലയളവിലായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ ഇടയിൽ തന്നെയാണ് ഈ പറയുന്ന ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇവർ തമ്മിൽ അകന്ന് താമസിക്കുന്നതും. അതിന്റെ ഇടയ്ക്കിൽ പെട്ടുപോയിട്ടുള്ളത് ആ ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു. അവർക്ക് എന്ത് മാനസിക, ഇപ്പൊ മേഘ പറഞ്ഞ പോലെ ഒരു തവണ എറിഞ്ഞ് സ്വന്തം കുഞ്ഞിനെ അങ്ങനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് അവന്റെ കരച്ചിൽ കേട്ടിട്ട് വീണ്ടും അവർക്ക് എറിയാൻ തോന്നിയെങ്കിൽ അവളെ അമ്മയെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കേസിൽ നമുക്ക് അതിജീവിതനായിട്ട് ആ ഒരു ഭർത്താവിനെ പറയേണ്ടി വരും. കാരണം ഒരു പക്ഷെ ഈ 17 മിസ്ഡ് കോളുകളോ കേസുകളോ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുമ്പിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അയാളും ആ കേസിൽ ഒരു പ്രതി ആക്കപ്പെട്ടേനെ. കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ മരണപ്പെട്ട പോയ കുഞ്ഞ് ആ ഒരു രീതിയിൽ ഒരു ലേബിള് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അഡൾട്ടറി ക്രൈം അല്ല. ഇപ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടാവുന്ന ക്രൈം അല്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പൊറുക്കാനാകാത്ത കുറ്റം എന്ന് തന്നെ പറയണം. അതൊരു കുഞ്ഞല്ല, വലിയൊരാളാണെങ്കിലും ആര് തന്നെ ആയാലും അതൊരു വലിയൊരു ക്രൈമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവുകളെല്ലാം ഇവർക്കെതിരെ വന്നു എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇവർക്ക് ജീവപര്യന്തം കിട്ടി, തൂക്കേറി കിട്ടിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ തെളിവുകളെല്ലാം ഇങ്ങനെ തന്നെ കിട്ടിയിരുന്നു. അവർ എത്ര തേച്ച് മാച്ച് കളയാൻ ശ്രമിച്ചിട്ടും ഇത്രയധികം തെളിവുകൾ. ആതിര പറഞ്ഞതുപോലെ 17 മിസ് കോളുകൾ ഉണ്ടായിരുന്നു ഈ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന്. പക്ഷെ അദ്ദേഹം, എനിക്കൊന്നും അദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നു. അദ്ദേഹത്തിന് കൊലപാതകത്തിൽ ഡയറക്റ്റ് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ കാമുകനുമായിട്ടുള്ള ജീവിതത്തിൽ കുഞ്ഞൊരു തടസ്സമാകുമെന്നുള്ള ഒരു പ്രശ്നം കൊണ്ടായിരുന്നു ഇവർ ഈ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിനകത്തിൽ ആ കാമുകന് നേരിട്ട് പങ്കുണ്ടായിരുന്നില്ല. കാരണം ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ കൊണ്ടാണ് അവര് ഒരു പ്ലാൻഡ് ആയിട്ടൊരു മേർഡർ അല്ല ഇത്. എന്നുവെച്ചാൽ ഇവരൊരു നിത്യ കുറ്റവാളിയല്ല. അങ്ങനെയൊക്കെ നോക്കുന്ന സാഹചര്യങ്ങളിലാണ് ശരിക്കും ഈ തൂക്കുകയറിലേക്കൊക്കെ എത്തപ്പെടാത്തത്. കാരണം ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു. കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞു കൊല്ലാൻ നമുക്ക് ഈ പറയുന്ന കുറെ കാലത്ത് പ്രാക്ടീസ് ഒന്നും അല്ലെങ്കിൽ അങ്ങനെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ.
പെട്ടെന്നൊരു മൊമെന്റിൽ അവരതിനെ എടുത്തെറിയുന്നു. അവരുടെ മൈൻഡിൽ അപ്പോൾ കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ കാമുകനോടൊപ്പം താമസിക്കാം, ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമാണ്. പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഭർത്താവിന്റെ തലയിലേക്ക് കേസ് കെട്ടിവെച്ചു കൊടുക്കാം. അതായിരുന്നു അവർ തുടക്കം മുതൽ ചെയ്തത്. ഭർത്താവാണ് കുഞ്ഞിനെ കൊന്നത്. തങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്ത്, പ്രശ്നങ്ങളുടെ പുറത്ത് ഭർത്താവ് കുഞ്ഞിനെ കൊന്നു. അങ്ങനെ കെട്ടിച്ചമച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഈ കേസ് മറന്നുപോകും. അപ്പൊ ഇവർക്ക് സുഖമായി കാമുകനൊപ്പം ജീവിക്കാം. ഇതായിരുന്നു അവർ പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷെ ഈ കുഞ്ഞിനെ കൊല്ലുന്നത് ഒരു പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഇവർക്ക് ആഗ്രഹം, അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. പക്ഷെ അതിനുശേഷം ഇവരുടെ ആ ഒരു മാനസിക അവസ്ഥ നമ്മൾ കാണുന്ന സമയത്ത് ഇവരുടെ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവരെ ഈ പറയുന്ന ജയിലിൽ കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പ്രത്യേക അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. ഒരു നിർവികാരത ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്. ഇപ്പോൾ അതിന്റെ ഒരു കുറ്റബോധം, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഇപ്പോൾ ഒരു വലിയ സമൂഹം ആൾക്കാർ നിന്ന് കൂക്കി വിളിക്കുന്നു, തെറി പറയുന്നു, ദേഷ്യപ്പെടുന്നു, അവരെ കൈകാര്യം ചെയ്യാൻ വരെ സാധ്യതയുള്ളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിലൊരു കുറ്റബോധം തോന്നുക, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റായിരുന്നു, ഞാൻ എന്തൊരു അമ്മയാണെന്നുള്ളൊരു കുറ്റബോധം തോന്നുന്നില്ല. അവിടെയാണ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ്സ് എല്ലാം പറയാറില്ലേ, ആ പ്രതിക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യും, നിയമം അത് കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷെ ഇവർക്കതില്ലായിരുന്നു. ഒരു നിർവികാരത, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ ഒന്നുമില്ല, ഒരു നിർവികാരതയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് എത്ര പ്രായമുണ്ടായിരുന്നു? ഒരു എനിക്ക് ഈ പറഞ്ഞ വിവേക ബുദ്ധി ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയതിന്റെ പേരിലാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് തേച്ചാലും മാച്ചാലും പോകാത്തൊരു കുറ്റമല്ലേ. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞാലും ആ കുറ്റം അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് നമുക്ക് അവരോട് ഒരു എമ്പതി തോന്നും. കാരണം ഒരുപാട് എന്ന് വെച്ചാൽ ഇല്ല, ഈ ക്രിമിനൽ കേസസിലാണെങ്കിൽ പോലും പലർക്കും 2 രീതിയിൽ പലരും സംസാരിക്കുന്നത്. ഈ ഒരു അവസ്ഥ കൊണ്ടായിരിക്കും അയാളെ ചെയ്തത്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ദിവ്യ, എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു പെൺകുട്ടി കുഞ്ഞിനെ ബക്കറ്റിൽ എറിഞ്ഞ് കൊന്ന സംഭവം കണ്ടിരുന്നു. അത് കൃത്യമായി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഐപ്പള്ളിക്കാടനാണ് പുള്ളിക്കാരിയുടെ വീഡിയോ ഇന്റർവ്യൂ ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നതും. നമ്മളത് കാണുമ്പോൾ നമുക്ക് അവരോട് ഈ ആതിര പറഞ്ഞ പോലെ ഒരു സിമ്പതി, ഒരു ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു നമ്മുടെ പനമ്പള്ളി നഗറിൽ തന്നെ, കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലാണെങ്കിലും ഇവർ പ്രസവിച്ച ഉടനെ അവർക്ക് അതിനെ എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ടാണ് അവർ സ്വന്തം ഫ്ലാറ്റിന്റെ താഴേക്ക് എറിഞ്ഞത്. കാരണം അത് മറയ്ക്കാൻ, ചിന്തിക്കാനുള്ള ബുദ്ധി അങ്ങനെ ഒരു തോട്ടല്ല, അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. അത്ര സാഹചര്യങ്ങളിലൊക്കെ കോടതിയിൽ പോകുന്ന സമയത്താണെങ്കിലും പൊതുവെ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് അവരുടെ സാഹചര്യം, ഇതുകൊണ്ടായിരിക്കാം അവർ ചെയ്തത്. പക്ഷെ ഈ കേസിനകത്തിലാണെങ്കിൽ കൃത്യം ഏത് രീതിയിലാണ് നമുക്കൊരു പറയാൻ പറ്റുന്നത്. ഈ കുഞ്ഞൊരു പക്ഷെ ജീവിച്ചിരിക്കാന്ന് തന്നെ വിചാരിക്കട്ടെ. ഇങ്ങനത്തെ കേസുകൾ നമ്മൾ ഇപ്പോൾ 2ാം അച്ഛന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ഒരു കുട്ടിയുടെ കേസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവനെ തലക്കടിക്കുന്നു ഭിത്തിയിലേക്ക്, അങ്ങനെ ഒരുപാട്. അല്ലെങ്കിൽ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുകയാണ്, ഈ അമ്മ ഈ കാമുകനോടൊപ്പമാണ് ജീവിക്കുന്നത്. ഇയാൾ ഏത് തരത്തിലാണ് ഈ പറയുന്ന സ്ത്രീയുടെ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ കാണാൻ പറ്റുന്നത്? പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് കേസസ് ഉണ്ട് അങ്ങനെ. കാരണം ആത്മബന്ധം എന്ന് പറയുന്ന ആ ഒരു കാര്യം ആ അച്ഛന് മാത്രമേ ആ കുഞ്ഞിനോട് ഉണ്ടാവുള്ളൂ. പക്ഷെ അയാള് കടന്നു പോയിട്ടുള്ള വഴികൾ എന്തായിരിക്കും, നമ്മൾ അത് ചിലപ്പോൾ ഈ കേസിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അയാള് ആ കുഞ്ഞിനെ കൊല്ലാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ താൻ ചെയ്യാത്തൊരു കുറ്റമായിരുന്നു അയാളുടെ. ആദ്യ കുറച്ച് മണിക്കൂറുകളെങ്കിലും സ്വന്തം മകനെ കൊന്ന അച്ഛനായി അദ്ദേഹം ചിത്രീകരിക്കപ്പെട്ടു. അത് തന്നെ അയാൾക്കുണ്ടാക്കിയ മാനസിക സംഘർഷം വലുത് തന്നെയായിരിക്കും. തീർച്ചയായും അത്ര ഒരു സംഘർഷത്തിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു കേസ് ആ ഒരു സ്ത്രീക്ക് ജീവപര്യന്തം കിട്ടിയതിൽ തന്നെ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കേസല്ല, അല്ലെങ്കിൽ അത്ര ഫെയിം ഉള്ള ഒരാളല്ല ശരണ്യക്ക് പ്രത്യേകിച്ച് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളല്ല. എങ്കിൽ പോലും ഇത്തരം കേസുകളിൽ ജനങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് അവൾ ചെയ്ത കൃത്യം ആലോചിച്ചിട്ടാണ്. ആ കുഞ്ഞിനെ എത്രത്തിലാണോ അവർ എറിഞ്ഞു കൊന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, അപ്പൊ ആ കാമുകനോടൊപ്പം സുഖമായി ജീവിക്കാനാണല്ലോ. പക്ഷെ ജീവപര്യന്തം എന്നൊക്കെ നമുക്കറിയാം, ഒരു നല്ല വയസ്സ് വരെ ഇവരുടെ പ്രധാന കാലഘട്ടങ്ങളൊക്കെ ഇതൊരു മധ്യവയസ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവിടെ കാമുകൻ ഇവരെയും കാത്തിരിക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി ഇത്തരത്തിലൊരു മകനെ കൊന്ന ഒരു അമ്മ എന്നൊരു ലേബലിൽ അയാൾക്ക് ഇവളുമായിട്ട് ഈ പെൺകുട്ടിയായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ടാകാം, അതൊക്കെ എപ്പോഴേ പിരിഞ്ഞു പോയിട്ടുണ്ടാകാം. ഒരു ക്ഷണികമായൊരു സുഖത്തിന് വേണ്ടിയിട്ട് നടത്തിയ ജീവിതം തന്നെ നശിപ്പിച്ച ഒരു കേസ് തന്നെയാണിത്. തീർച്ചയായും.